ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഏത് ടോണുകാർക്കും ഇത് മാച്ചാവും. ഇതിനായിട്ട് എടുക്കുന്നത് നല്ല പഴുത്ത പപ്പായാണ് കേട്ടോ. പഴുത്ത പപ്പായയുടെ പൾപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനത് എന്തെങ്കിലും ജ്യൂസ് അടിക്കാനോ മറ്റോ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇതുപോലെയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് ചെയ്തെടുക്കാം. ഇത് നല്ല പഴുത്ത പപ്പായ ആയതുകൊണ്ട് നമുക്കിതുപോലെ സ്പൂണിൽ സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഏതാണ്ട് ഒരു 2 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നല്ല കട്ടിയുള്ള തൈരും കൂടെ എടുക്കണം കേട്ടോ. തൈരും പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിൽ നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു കൂട്ടാണ്. ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മളെ വീട്ടിലൊക്കെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇപ്പോൾ റേഷൻ കടയിലൊക്കെ ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അതും ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. പപ്പായയുടെ ആ ജ്യൂസ് തന്നെ ഉണ്ട്. ഇത് മുഖത്തിന് പെട്ടെന്ന് ഒറ്റ തവണ ഉപയോഗത്തിൽ തന്നെ നല്ല കളർ കിട്ടും കേട്ടോ. അത്രയും എഫക്റ്റീവായിട്ടുള്ളതാണ്. പപ്പായൊക്കെ വെറുതെ ഒന്നിങ്ങനെ മുഖത്ത് ഉരച്ചാൽ തന്നെ നമുക്കൊരു നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു സ്കിന്ന് ആയ പോലെ തോന്നും. അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് കളർ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് 1 മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ. ഒന്ന് യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഫി പൗഡർ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 2-3 സ്റ്റെപ്പ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചായി ഞാൻ ഫേസ് പാക്കൊന്നും ഇടാറില്ല. അതുപോലെ തന്നെ ഹെന്നയും കുറച്ചായി ഇട്ടിട്ട്. അത് ഒറിജിനലായിട്ടുള്ള ആ കളറ് മുടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പലരും ചോദിക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, എനിക്ക് ഇവിടെ നേരെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് സൈഡിലാണ്, ഏറ്റവും ഫ്രണ്ട് സൈഡിൽ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് ഞാൻ ഹെന്നയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ മൈലാഞ്ചിയുടെ എഫക്റ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല വൈറ്റ് കളറായിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള മുടിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഹെന്ന ഇടാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ കാണിച്ചു തന്നത് കേട്ടോ. അത്യാവശ്യം നരയൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫേസ് പാക്ക് ഇടാം. നന്നായിട്ട് മുഖം കഴുകി ഒന്ന് തുടച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫേസ് പാക്ക് ഉണ്ടല്ലോ, ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എളുപ്പത്തിൽ ഇടാവുന്നതേ ഉള്ളൂ. നല്ല എഫക്റ്റീവാണ് കേട്ടോ. പപ്പായയും കോഫി പൗഡറും തൈരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഐറ്റങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ കരിമ്പങ്കല്ല് ഉള്ളവർക്ക് എന്ന് മാത്രമല്ല അല്ലാത്തവർക്കും നല്ലൊരു പെട്ടെന്ന് തന്നെ നല്ലൊരു കളർ വന്ന പോലെ തോന്നും നമ്മുടെ മുഖത്തൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം തന്നെ മുഖം നന്നായിട്ട് കഴുകിയെടുക്കണം. വെള്ളം നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ഒരിക്കലും ഒരു ഫേസ് പാക്കും ഇടരുത്. മുഖം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നെറ്റിയിൽ പൊട്ടൊക്കെ എടുത്ത് മാറ്റാൻ മറന്നുപോയിട്ടാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നെറ്റിയിലും അതുപോലെ തന്നെ കഴുത്തിലും കയ്യിലും തേച്ച് നമ്മുടെ കൈത്തണ്ടയിലൊക്കെ ഇങ്ങനെ ഈ സൺ ടേണൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് തണുപ്പിച്ചതിന് ശേഷം വെയിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫേസ് പാക്ക് ഇടുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ കഴുത്തിലും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരു 3 ദിവസം മുന്നേ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം. കുറച്ചൊന്നിങ്ങനെ കട്ടിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട. സാധാരണ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന അതേ ലെവലിൽ തന്നെയാണ് ഇത്. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഇൻസ്റ്റൻ്റായിട്ടൊരു കളർ കിട്ടുമെന്നുള്ളതാണ്. ഇത് ഞാനൊന്ന് അടുപ്പിച്ച് ഇത് മുഖത്തിട്ടപ്പോൾ എനിക്ക് നല്ലൊരു കളറ് കിട്ടിയ പോലെ ഫീലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് ചെയ്ത് നോക്കണേ. ബാക്കിയുള്ളത് ഞാനിതുപോലെ ഫ്രിഡ്ജിൽ അടച്ച് വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ കൈത്തണ്ടയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയി വരുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് കഴുത്തിലും മുഖത്തിലും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലോണം ഇങ്ങനെ ഡ്രൈ ആവാൻ നിൽക്കരുത്. 20 മിനിറ്റ് മാത്രം മതിയാവും നമുക്ക് ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്തത് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിൽ കേട്ടോ,
ഇതുപോലെ മുഖത്തൊന്നിങ്ങനെ വെള്ളം ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഈ ഫേസ് പാക്ക് ഒന്നിങ്ങനെ റൗണ്ടിലിങ്ങനെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിനെടുക്കേണ്ടത്, റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു റിസൾട്ടാണ് കേട്ടോ അതിന് കിട്ടുക. അതുകൊണ്ടല്ലേ നമ്മൾക്ക് ഒറ്റ തവണ ചെയ്ത് നോക്കിയാൽ മതി. ഈ 4 ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ഗ്ലോ ആണ് നമുക്ക് കിട്ടുക. നമ്മൾ വിചാരിക്കാത്തൊരു കളറാണ് കേട്ടോ കിട്ടുക. അത് ഏത് പ്രായക്കാർക്കും കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ചെറിയ കുട്ടികൾ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവണമൊന്നും തന്നെ ഇല്ല. തൈര് അലർജി ഉള്ളവരാണെങ്കിൽ റോസ് വാട്ടർ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് രണ്ടിനും നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ റിസൾട്ടിന് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നല്ലൊരു ഗ്ലോ ആണ് കിട്ടുക നമ്മുടെ മുഖത്തിന്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ കല്യാണ സീസണൊക്കെ അല്ലേ, നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഗ്ലോ കൂട്ടാൻ പറ്റും കേട്ടോ ഇതുപോലുള്ള എളുപ്പത്തിലുള്ള ഫേസ് പാക്കൊക്കെ വെച്ച്. ഈ ഒരു കൂട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കി തേച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ. ഞാനൊരിക്കലും വിചാരിക്കാത്തൊരു റിസൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ. നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും സാധാരണ വെള്ളമായിട്ട് ഇതൊന്ന് നനച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു രീതിയിലൊന്നും വൃത്തിയാക്കിയാലൊന്നും ആവില്ല. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മുഖമൊക്കെ ടാപ്പിൻ്റെ അടുത്ത് പോയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്ന് ആ പപ്പായയുടെ ആ പൾപ്പിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. ഒരു വൈറ്റ് കളറ് ഷെയ്ഡ് പോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഞാനെപ്പോൾ ഫേസ് പാക്ക് തേക്കുവാണെങ്കിലും കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നെയാണ് തേക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇത് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും ഒരു മോയ്സ്ചർ ക്രീം തേക്കണം കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടായിരുന്നു. ഈ ഒരു കല്യാണ സീസണിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പത്തിലുള്ളൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പറയാൻ പറ്റാത്ത അത്രയും നല്ല റിസൾട്ടാണ്.